കുമ്പിടുവസ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിരുന്ന് ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മുടെ കൂടെ സംഗി മനുഷ്മ ആൻറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അനുവിൻ്റെ മേമിൻ്റെ അവിടേക്കാണ് പോയി ചെന്നതും ആൻറ്റി നല്ല പൈനാപ്പിൾ ജ്യൂസും കട്ട്ലറ്റും നമ്മുടെ ഉഴുന്നുവടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയെന്ന് വിചാരിച്ച്, പക്ഷേ പുറത്തുനിന്ന് വാങ്ങിയതല്ല, ആൻറ്റി ഉണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പിള്ളേർ ഗ്യാങ്ങിങ് സെറ്റായി കേട്ടോ. അപ്പോൾ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ പ്രേതക്കഥ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ ഒരു വർത്താനം പറയല്. അത് കഴിഞ്ഞപ്പോൾ മേമ്മയുടെ കല്യാണ ആൽബമൊക്കെ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ ഇവരുടെ കുറേ കുട്ടിക്കാലം ആ ആൽബത്തിൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഓർമ്മകളാണല്ലോ ഈ ആൽബങ്ങളല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ടെറസിൻ്റെ മേലെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അടിയാണ് കേട്ടോ ഈ കാണുന്നത്, അടിയല്ല, വെറുതെ തമാശ. അപ്പോൾ അത് കഴിഞ്ഞ് താഴെ വന്നപ്പോൾ നമ്മുടെ ജയമാമ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അനുവിൻ്റെ ഡാൻസൊക്കെ കണ്ട് നമ്മുടെ ടേൺ വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. സംഭവം എത്ര വിഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയില്ല. രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ. അവൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അവസാനം മേമയുടെ ഒരു ഡെസേർട്ട് തന്നു. അത് ഫുള്ള് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഫുഡ് കഴിച്ച് വയറ് സെറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനം കൂടിയിരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് അന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.